ഷോപ്പിംഗ് മോൾ മുതൽ സിനിമാ തിയേറ്റർ വരെയുള്ള ഇനി നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തേക്കുന്നുണ്ട്. ഒരു വെട്ട് കല്ലിൻ്റെ ഒരു ബോക്സി ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു UPVC വിൻഡോ കാണും. അവിടെ തന്നെ ഒരു അതുപോലെ നമുക്ക് അടുക്കള മാത്രമല്ല വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ വെൽക്കം ചെയ്യുന്ന 3 ഹാങ്ങിങ് ലൈറ്റാണ്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയയും പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ പ്രീമിയം ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ എലഗന്റ് ആക്കി മാറ്റിയിരിക്കുന്നത് ഇവിടുത്തെ കളർ ഇവിടെ സെറയുടെ വാഷ് ബേസിനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയായ പോത്തൻകോടിനടുത്താണ്. അത് എല്ലാ സൗകര്യങ്ങളും ഷോപ്പിംഗ് മോൾ മുതൽ സിനിമാ തിയേറ്റർ വരെയുള്ള എല്ലാ സൗകര്യങ്ങളുടെ സ്ഥലമാണ്. അതിനടുത്ത് 5.5 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ, അതായത് താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു മോഡേൺ ഡിസൈനിലുള്ള ഒരു അടിപൊളി ഇരുന്ന വീടാണ്. അപ്പോൾ നിങ്ങൾ 75 ലക്ഷം രൂപ ബജറ്റിൽ ഒരു വീട് നോക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഏകദേശം 10ഓളം വില്ലകളുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അല്ല, റോഡ് കാണാം, അങ്ങോട്ടേക്കും വീടുകളുണ്ട്. ഇതൊക്കെ സെയിലായ വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുറ്റുമതിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടും നമ്മൾ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്റ്റോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ഗ്രാസ് കൊടുത്തിട്ട് ഒരു പ്ലാന്റേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തേക്കുന്നുണ്ട്. ഒരു വെട്ട് കല്ലിൻ്റെ ഒരു ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 4-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാൻഡിയുടെ സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് വേറെ പ്രത്യേകത. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന അവിടെയും കലാത്തിയ പ്ലാന്റ് കാണാം. അതുപോലെ പെബിൾസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം നാച്ചുറൽ ഗ്രാസ് ആണ്. അവിടെ 2-3 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പുറകിലായിട്ട് കിണറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേസുള്ള അതിവിശാലമായിട്ടുള്ള ഒരു വസ്തുവാണ്, ലാൻഡാണിത്. അതുപോലെ ഈ വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ കണ്ടോ ഫുള്ളായിട്ടും ടെക്സ്ചർ വർക്കാണ്. ഫുള്ള് ടെക്സ്ചർ വർക്ക് ചെയ്ത ഒരു മോഡേൺ ബോക്സി ഡിസൈനാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ട് കാഴ്ചയിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ ഇത് ഫ്രണ്ട് സ്റ്റെപ്പ് റെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിറ്റൗട്ടിലെല്ലാം ഫ്ലോറിന് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിലായിട്ട് ഒരു സർഫസ് ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിറ്റൗട്ടിൽ കണ്ടോ ഇവിടെ ആയിട്ട് ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്. ഒരു ബെർജറിൻ്റെ ടെക്സ്ചർ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് കട്ട്ലയും കഥകും നോക്കുവാണെങ്കിൽ ഫുള്ളും പ്ലാവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലെ കാഴ്ചയിലേക്ക് വരാം. അപ്പോൾ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിലായിട്ടെല്ലാം പ്രൊഫൈൽ ചാനൽ കൊടുത്തും അതുപോലെ ഒരു പിങ്ക് രീതിയിലുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏത് കളറിലോട്ടോ, വൈറ്റ് മതിയെങ്കിൽ വൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബോക്സി ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ HDFൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു വലിയൊരു TV യൂണിറ്റാണ്. ഒരു പ്രീമിയം രീതിയിൽ ചെയ്തിരിക്കുന്നത്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം L&Tയുടെ സ്വിച്ച് ബോർഡ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറകിലായിട്ട് CNC കട്ടിങ് കൊടുത്തുള്ളൊരു സ്റ്റെയറിൻ്റെ ഏരിയ കാണാം. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിലും സ്റ്റെയറിൻ്റെ അടിയിലായിട്ടും കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിൽ മുകളിൽ നമ്മൾ വെൽക്കം ചെയ്യുന്ന 3 ഹാങ്ങിങ് ലൈറ്റാണ്. നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് ഒരു ആർച്ചും കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ ഹോം ഡെക്കോർ കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ലൊരു പ്രൈവസി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തും 4 സർഫസ് ലൈറ്റും കൊടുത്താണ് ഇവിടുത്തെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും നമ്മുടെ ഒരു ലൂവേഴ്സ് പോലെ രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ മിറർ കാണാം. ടച്ച് ചെയ്തുകൊണ്ട്, അതായത് 3 പ്രാവശ്യങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സെറയുടെ വാഷ് ബേസിനാണ്. അതുപോലെ സെറയുടെ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. താഴെയായിട്ട് 2 കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടും സ്വിച്ച് ബോർഡും എല്ലാം ലെഗ്ര തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ആദ്യം വരുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് അടിയിൽ കണ്ടു, അവിടെ ലൂവേഴ്സുകൾ കാണാം. അതിനടിയിലും വാമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വെൽക്കം ചെയ്യുന്ന 3 ഹാങ് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇവിടെയും ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഫ്ലോറിങ് നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസിലുള്ള നല്ലൊരു ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കബോർഡ് കണ്ടു ഫുള്ളും HDFലും അതുപോലെ മറൈൻ പ്ലേയിലും ലാമിനേഷൻ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു തീം കണ്ടു, ഒരു ബ്ലൂ തീമിലാണ് കൊടുത്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കാണാം. ഇവിടെയാണ് ഇലക്ട്രിക് ചിമ്മിനി നമ്മൾ ഗ്യാസ് സ്റ്റോവ് യൂസ് ചെയ്യാറുള്ള ഹുഡ് ആൻഡ് ഹോബിൻ്റെ സെക്ഷൻ ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെ സിങ്കും കാണാം. ഒരു സിങ്കോ കോസ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അടുക്കള മാത്രമല്ല വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയ കാഴ്ചയിലേക്ക് വരാം. വർക്ക് ഏരിയ നല്ല സ്പേസുള്ള വർക്ക് ഏരിയയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ടേബിൾ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. സിങ്കും കാണാം. അത് സിങ്കോ സെറ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എക്സോസ്റ്റ് ഫാൻ കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഷെൽഫെല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കിച്ചണ് എലഗൻ്റാക്കി മാറ്റിയിരിക്കുന്നത് ഇവിടുത്തെ കളർ തന്നെയാണ്. ഈ കളർ തീം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ. അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളിലേക്ക് വരാം. പുറത്തേക്ക് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നട്ട് പൊടിപ്പിക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് കിണർ കാണാം. അപ്പോൾ നമുക്ക് പുറകിലൂടെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു സ്പേസ് ഉള്ളൂ, 5.5 സെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട് നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നവർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴത്തെ കാഴ്ച കണ്ടിട്ട് മുകളിലേക്ക് പോകും. ഇവിടെയാണ് ഫസ്റ്റ് റൂം. ഈ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ആയിട്ട് 3 ഡോർസുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സിസ്റ്റം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മേക്കപ്പ് ഏരിയ ആയിട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നല്ലൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുള്ളത് നോക്കാം. ഈ വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡ്രൈ ഏരിയ, അത് വെറ്റ് ഏരിയ ആണ്. അതുപോലെ ഷവറും പ്രത്യേകിച്ചൊരു ഹൈറ്റ് കുറഞ്ഞിട്ട് അങ്ങോട്ട് ഏരിയ കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ റൂം. ഇതൊരു സ്റ്റെപ്പ് കയറുന്ന ഭാഗത്തായിട്ട് ഫോയറിലേക്കാണ് റൂം വരുന്നത്. അപ്പോൾ ഈ റൂം നോക്കുവാണെങ്കിലും ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അവിടെ സർഫസ് ലൈറ്റ് ആണ്. ഒരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു മേക്കപ്പ് ഏരിയ എന്ന് പറയാം, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. മുകളിലൊന്നും സീലിംഗ് ചെയ്തിട്ടില്ല. ഇപ്പം സീലിംഗ് പൊതുവേ ആർക്കും വലിയ താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ റൂമിലൊന്നും സീലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് റൂമാണ്. അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെ നോക്കാം. ഇത് ഫോയറിലേക്ക് വന്നിട്ടാണ് വരുന്നത്. ഒരു പ്രൈവസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു ടൈപ്പ് ക്ലാഡിംഗ് കണ്ടോ, ഒരു ഗ്രീൻ ഡിസൈനിലുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ആ കാർപ്പറ്റ് ഡിസൈൻ കൊള്ളാം, തീം കൊള്ളാം. അപ്പോൾ സെറയുടെ തന്നെയാണ് ഫിറ്റ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയർ നോക്കുവാണെങ്കിൽ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു പിസ്ത ഒരു ഗ്രീനാണ് ഇവിടുത്തെ ഈ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തി ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തീം കളറിലാണ്. അതുപോലെ മുകളിലേക്ക് ഉണ്ടോ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു UPVC വിൻഡോ കാണും. അവിടെ തന്നെ ഒരു GI ട്യൂബിലുള്ളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഗ്രില്ലാണ്, ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് CNC കട്ടിങ് കാണാം. അതുപോലെ ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റൈൻലെസ് സ്റ്റീൽ 304 ആണ്, അതാണ് ഗ്രേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒരു അപ്പർ ലോഞ്ചിലേക്ക് വരികയാണ്. അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിലും നല്ല സ്പേസ്ഫുൾ അപ്പർ ലോഞ്ച് തന്നെയാണ്. വേണമെങ്കിൽ TV കൊണ്ട് സെറ്റ് ചെയ്യാം. ഇവിടെ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലാണ്. ഇവിടെ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി കാഴ്ചയിലേക്ക് വരാം. ഇവിടെ ബാൽക്കണി നോക്കുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെയും സ്റ്റൈൻലെസ് സ്റ്റീൽ 304 തന്നെയാണ്. അതുപോലെ ഗ്ലാസ് പാർട്ടീഷനും ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മുകളിലായിട്ടൊന്നും സീലിംഗ് ചെയ്തിട്ടില്ല. ഇവിടെയെല്ലാം ഈ വിൻഡോസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവാണ്. അതുപോലെ ഇവിടെ ഒരു ടെറാക്കോട്ട ജാളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഒരു മോഡേൺ ഡിസൈനിൽ വീട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ റൂം. ഈ റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ട അതേ റൂം പോലെ തന്നെയാണ്, അതേ രീതിയിലുള്ള റൂമാണ്. 4x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും സീലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നമ്മൾ താഴെ കണ്ട അതുപോലത്തെ വാഷ്റൂം തന്നെയാണ്. അതിൻ്റെ കളർ പാറ്റേണിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ സെറയുടെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം സെറ തന്നെയാണ്. അതുപോലെ ഡൈവർട്ടറിന് പകരം വേറൊരു രീതിയിലുള്ള ടാപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ വീടിൻ്റെ ലാസ്റ്റ് റൂമിലേക്ക് പോകും. അപ്പോൾ അപ്പർ ലോഞ്ചിൽ നിന്നുള്ളൊരു ചെറിയ ഫോയറിലേക്ക് വന്നിട്ടാണ് നമ്മുടെ റൂമിലേക്ക് വരുന്നത്. ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ട ഈ 2 റൂമുകളും താഴെ കണ്ട അതുപോലെ തന്നെയാണ്, സെയിം കോപ്പി പേസ്റ്റ് തന്നെയാണ്. ഈ ഭാഗത്ത് താഴെ ഒരു റൂമാണ്, അതേ പൊസിഷൻ അതേ രീതിയിലുള്ള റൂം തന്നെയാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയും സെയിം, അത് താഴെ കണ്ട അതേപോലത്തെ വാർഡ്രോബ് തന്നെയാണ്. ഇവിടെ നമുക്ക് കണ്ട മറ യൂണിറ്റ് അടിയിലാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ എല്ലാ ഓപ്ഷനും ഉണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് കണ്ടോ ഒരു നൈറ്റ് ലൈറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ എല്ലാം ബ്രാൻഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. പുതിയ തലമുറയിലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാഷ്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ചാണ്. അപ്പോൾ ഇത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ചുള്ള 4 വാഷ്റൂം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഓപ്പൺ ടെറസിലേക്ക് വരുന്നത്. അപ്പോൾ ഓപ്പൺ ടെറസ് നോക്കി 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ താഴെയായിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ടാലും മുകളിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഷീറ്റ് ചെയ്തിട്ട് ഒരു ഗസീബോ പോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ ഇവിടെയെല്ലാം ഈ ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് GI ട്യൂബിലാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് വരും. ഫുള്ളായിട്ട് GI ട്യൂബ്സിലാണ് ഈ ഒരു ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരും. അപ്പോൾ ഇവിടെ ആയിരുന്നു വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് അശ കിട്ടാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ ടാങ്ക് 750 ലിറ്ററാണ്, 3 ലെയറാണ്, ഗുഡ്വിൽ എന്ന കമ്പനിയുടെയാണ്. ഇവിടെ ചെറിയ ഹൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അതിസുന്ദരമായിട്ടുള്ള ഈ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 79 lakhs ആണ്. അതായത് 79 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ആൾക്കാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വീട് വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചാർജസ് ഉണ്ടോ, അതായത് സർവീസ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ചാർജും വരുന്നില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ ചാർജസ് വാങ്ങുന്നുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം കഴിഞ്ഞ പല സ്ഥലങ്ങളിലും 1%, 2% അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സർവീസ് ചാർജും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട് വാങ്ങാം, വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.